ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഉപനിഷത്ത് ലോകത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈശാവാസ്യോപനിഷത്ത് ഇന്ന് 7-ാം ദിവസം. ആദ്യത്തെ മന്ത്രം: ഈശാവാസ്യമിദം സർവം യത് കിംച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഹ മാ ഗൃധ കസ്യ സ്വിധനം. മാ ഗൃധ, അരുത് എന്ന് പറയാം. ധാതുവിന് ഈ അള്ളിപ്പിടിക്കുക എന്നുള്ളൊരർത്ഥമുണ്ട്. അത് വേണ്ടാന്ന് പറയാം. ആകൃത. കസ്യ സ്വിധനം, കസ്യ ആരുടേതാണ് ഈ ധനം. ഇതാണ് ഈ ദാനത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം, അല്ലെങ്കിൽ ദാനത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? സ്വത്വനിവൃത്തി, പരസ്വത്വാപാദനം, ദാനം. തൻ്റെ ഉടമസ്ഥതയെ നിവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ യാഗങ്ങളിലും മറ്റും സിംബോളിക്കായിട്ട് അഗ്നേ സ്വാഹ ഇദം ന മമ എന്ന് പറയുന്നത്. സ്വാഹ അഗ്നിയുടെ ഭാര്യയാണ്. ഏതായാലും ഞാൻ അർപ്പിക്കുന്നത്, അതാണ് യജ്ഞം, ത്യജിക്കുക എന്നുള്ളതാണ്. ഇദം ന മമ, ഇതെൻ്റേതല്ല എന്ന് പറയാം. അത് സിംബോളിക്കായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കസ്യ ആരുടേതാണ്? അപ്പോൾ സ്വത്വനിവൃത്തി, സ്വന്തം ഉടമസ്ഥതയെ പരിത്യജിക്കേണ്ടതുണ്ട്. എന്നിട്ടോ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ പറയാം. ഇതാണ് ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ആരുടേതാണ് ധനം എന്ന ചോദ്യം. പിന്നെയോ അത് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞില്ല എന്നൊരു ഒരു അഭിപ്രായം കൂടെ വന്നിരുന്നു. തീർച്ചയായിട്ടും ഇതം സർവം ഈശാവാസ്യം ആണ് ശ്രീനാരായണ ഗുരുദേവനെ മൊഴിമാറ്റം ചെയ്തപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞത്. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്ക കൊണ്ട് ചരിക്ക നീ മുക്തനായി, ആശിക്കരുത് ആരുടെയും ധനം. ഒരാളുടെ ഒന്നും ആഗ്രഹിക്കേണ്ടതില്ല. എതിർച്ച ലാഭസന്തുഷ്ട, യാദൃശികമായി നമുക്ക് വന്നു ചേർന്നിട്ടുള്ളതിൽ സന്തോഷമായിട്ടിരിക്കുക. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ ധനമോഹം നമ്മളെ കൊണ്ടുപോയി, ഇപ്പോൾ നമ്മൾ ദിവസവും വാർത്തയിലൊക്കെ കാണുന്നില്ലേ, നല്ല നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർ, എത്തിച്ചേർന്നിട്ടുള്ളവർ ഈ ധനകാമികളായി അവർ അവസാനം എവിടേക്കാണ് പോകണം? ഉപനിഷത്ത് പറയാം, അടുത്ത മന്ത്രത്തിൽ പറയാം, ഇവരുടെയൊക്കെ പോക്ക് എങ്ങോട്ടാണ്. അപ്പോൾ ആരുടേതാണ് ധനം എന്ന് ആ ചോദ്യം തന്നെ നമ്മളെ ഇതിൽ നിന്ന് മാറ്റുമെന്ന് പറയാം. ശങ്കര ഭഗവത്പാദർ പറയുന്നുണ്ട്, പുത്രാദപി ധന ഭാജാം ഭീതി. ഈ ധനം ഉണ്ടല്ലോ, പുത്രനിൽ നിന്നും, പുത്രനാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് ധനം കൂടി കഴിഞ്ഞാൽ ഇവൻ ഇതിന് അടിച്ചു മാറ്റുമെന്നുള്ള ഭയം ഉണ്ടാവും. ഇനി ഇവിടത്തെ മാത്രം കാര്യമാണോ? സർവത്രൈഷ വിഹിത രീതി. ഇത് എല്ലായിടത്തും ഇതാണ് ഇതിൻ്റെ രീതി എന്ന് പറയാം. അതുകൊണ്ട് ഭഗവത്പാദർ പറയും, മാ ഗുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാലസർവം. നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ട് പറയാം, മാ കുരു, അരുത്, വേണ്ട എന്ന് പറയാം. ധനം, ജനം, എൻ്റെ പിറകിൽ കുറേ ആൾക്കാരുണ്ട്, അണികളുണ്ട്, അവരൊക്കെ എനിക്ക് ജയ് വിളിക്കും, പിന്നെ ഞാനെന്തിനു പേടിക്കണം ഈ കട്ടാൽ എന്നാണെങ്കിൽ വേണ്ട. മാ കുരു. ധന, ജന, യൗവനം, എനിക്ക് ആരോഗ്യമുണ്ട്, ഈ ഗർവൊന്നും വേണ്ട എന്ന് പറയാം. ഹരതി നിമേഷാത്, ഒരു നിമിഷം മതി. കാലം, ഹരതി നിമേഷാത് കാല സർവം, എല്ലാറ്റിനെയും കാലം ഹരിക്കുന്നതിന് വലിയ സമയമൊന്നുമില്ല എന്ന് പറയാം. എപ്പോൾ വേണമെങ്കിലും ആവാം. അതുകൊണ്ട് അരുത്. മാ കുരു ധന ജന യൗവന ഗർവം. ശങ്കരാചാര്യർ പല രൂപേണ ചോദിക്കുന്നുണ്ട്.
വാതുല, അല്ലയോ പൊട്ട, നീ എന്താ ഇങ്ങനെ ഈ കാശുണ്ടാക്കണം എന്നുള്ള ചിന്ത എങ്ങനെയെങ്കിലുമൊക്കെ. അതുകൊണ്ട് വേണ്ട എന്ന് പറയുക. ഭജഗോവിന്ദത്തിൽ വളരെ മനോഹരമായിട്ടാണ് അത് പറഞ്ഞത്. എല്ലാറ്റിനെയും നമ്മളെ പെടുത്തുന്ന, നമ്മളെ കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ കാര്യങ്ങളും എന്ത് ലളിതമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ മന്ത്രത്തിൽ മാകൃത കസ്യ സിദ്ധനം. തുടർന്ന് നമ്മൾ കണ്ടു കുർവൻ ഏവ ഇഹ കർമാണി ജിജീവിഷേത് ശതം സമാഹ. ശതം സമാഹ, 100 വർഷം കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിലോ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ന കർമ്മ ലിപ്യതേ നരേ, നരനിൽ കർമ്മം ലേപനം ചെയ്യിക്കുന്നില്ല. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ ഇന്നലെ നമ്മൾ വിസ്തരിച്ച് കണ്ടു. അതിലെ കർമ്മയോഗ ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ കർമ്മയോഗ ചതുസൂത്രങ്ങളെ നമ്മൾ വീണ്ടും പരിചയപ്പെട്ടു. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂഹു മാതേ സംഗോസ്ത്വ കർമ്മണി. കർമ്മത്തിൽ നമുക്കെല്ലാം അധികാരവും അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. ഒന്നാമത്തെ നിയമം. മാ കർമ്മഫലഹേതുർഭൂഹു, ഫലത്തിന് നാം ഹേതു ആകരുത്. അത് അനുകൂലോ പ്രതികൂലോ ആകാം. ആ ഫലത്തിന് ഒരു തരത്തിലും ഹേതു ആയിക്കൂടാ. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂഹു മാതേ സംഗോസ്ത്വ കർമ്മണി. കർമ്മം ചെയ്യാതിരിക്കുക, അതിൽ നിനക്ക് സംഘം ഉണ്ടാവരുത്. അപ്പം ഇങ്ങനെയുള്ള ഈ 4 നിയമങ്ങളൊക്കെ നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കി. ഇവിടെയും ഉപനിഷത്തും പറയുന്നത് കർമാണി കുർവൻ ഏവ ജിജീവിഷേത് ശതം സമാഹ. 100 വർഷം നമ്മൾ എത്ര ആയുസ്സുണ്ടോ അത്രയും കാലം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ നമ്മളത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അത് ലേപനം ചെയ്യാതിരിക്കണമെങ്കിൽ എന്തു വേണം? ഇതം ന മമ, ഇതെൻ്റേതല്ല. അപ്പം ഞാനെന്നും എൻ്റേതെന്നും പരിത്യജിക്കുക. അതാണ് ഇവിടെ പരിത്യജിക്കേണ്ട പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. 2ാം മന്ത്രമായിട്ടുള്ള എന്താണ്? കർമാണി കുർവന്നേവ ജിജീവിഷേത് ശതം സമാഹ ഏവം ത്വയി നാന്യതേ തോസ്തി ന കർമ്മ ലിപ്യതേ നരേ. രാമകൃഷ്ണദേവൻ്റെ ചക്കമുറിക്കൽ ഉദാഹരണമൊക്കെ നമ്മൾ കണ്ടു. തുടർന്ന് ഉപനിഷത്തിലെ 3ാമത്തെ മന്ത്രം വളരെ നമുക്ക് വളരെ കാലാനുസാരിയായിട്ടുള്ളതാണ്. നമ്മുടെ ചുറ്റും നമ്മൾ കാണുകയാണ് പലതും. ഉപനിഷത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുക. അസുര്യ നാമതേ ലോകാഃ അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രൈത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോ ജനാഃ. അസുര്യ നാമതേ ലോകാഃ പ്രസിദ്ധാഃ. അസുര്യ, ആസുരികമായ അസുരന്മാരുടെ. ആരാണ് ഈ അസുരൻ? അസുരൻ എന്ന് പറഞ്ഞാൽ അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ. അസുക്കൾ എന്ന് പറഞ്ഞാൽ പ്രാണന്മാർ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അത് എടുത്തു പറയാം. അസു പ്രാണേഷു ഇന്ദ്രിയേഷു, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. രമന്തേ, ഈ 5 വിഷയങ്ങളിൽ സദാ രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇതാണ് ജീവിതം എന്ന് കരുതി അത് മാത്രം കാവോ പിയോ മജാക്കറു, അത് തന്നെ തിന്നുക, കുടിക്കുക, ഇങ്ങനെ പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുക തന്നെ. അതൊക്കെ വേണ്ടതെന്ന് ചോദിച്ചാൽ അതൊക്കെ വേണ്ടതാണ്. പക്ഷേ ഇത് മാത്രമാണോ ജീവിതം എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ അവരുടെ ഒരു ലോകം. അതെന്താണ്? വിനോബാജി പറയും അസൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനില്ല അവിടെ എന്ന് പറഞ്ഞാൽ പ്രകാശരഹിതം. അത് ഇരുട്ടിൻ്റെ ലോകമാണ് പറയുന്നവിടെ. അന്ധേന തമസാവൃതാഹ, അത് തമസേന ആവൃതാഹ,
തമസ്സുകൊണ്ട്, ഇരുട്ടിനാൽ ആവരണമാണ്. തെറ്റിദ്ധരിച്ച് വയ്ക്കരുതേ, വലിയ വലിയ ഹലോജൻ ബൾബുകളൊക്കെ ഇട്ട് ഇങ്ങനെ മിന്നി തിളങ്ങുന്ന ഇടങ്ങളൊക്കെ ആയിരിക്കാം. ഉപനിഷത്ത് പറയുന്നത് അവിടെ ഇരുട്ടാണ്. എന്താണ് ഇരുട്ട്? അജ്ഞാനമാണ് അവരെ നയിക്കുന്നത്. നമ്മളിപ്പോൾ ഏതെങ്കിലും ക്ലബ്ബ് പാർട്ടികളെയോ അത്തരം വിനോദങ്ങളെയൊക്കെ പാടെ നിഷേധിക്കുകയോ നിരാകരിക്കുകയോ അല്ല. പക്ഷേ അത് മാത്രം ഇതേ ഉള്ളൂ എന്ന മട്ടിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെയാണ് ഉപനിഷത്ത് പറയുന്നത്. അവർ അസുരന്മാരാണ്. ഈ അസുരന്മാരെന്ന് പറഞ്ഞാൽ 5000 കൊല്ലം മുമ്പ് ജനിച്ച് ജീവിച്ച് മരിച്ചുപോയി വംശനാശം വന്ന ആരെങ്കിലും അല്ല, ഇപ്പോഴും. അതാണ് ഈ അസുര രാജാവായ രാവണൻ ഈ 10 തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ 10 തലയല്ല. ചിന്മയാനന്ദ സ്വാമികൾ പറയും, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി എന്ന് പറയുന്നത് രാവണനെ പ്രസവിച്ചതാണെന്ന് പറയും. ഈ കുട്ടികളൊക്കെ ഓരോ തമാശകൾ രാവണനെ കുറിച്ച് പറയാറുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾക്ക് സംഘഗാനത്തിന് പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് രാവണന് മാത്രമേ പറ്റൂ എന്നാണ് പറയുന്നത്. രാവണന് ഒറ്റയ്ക്ക് പാടാമല്ലോ, 10 തലയുണ്ടല്ലോ. അപ്പോൾ ഈ 10 തലകൾ എന്താണ്? നമുക്ക് 10 ഇന്ദ്രിയങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ, അറിയാനുള്ള ഇന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? 2 കൈകൾ, 2 കാലുകൾ, പിന്നെ നമ്മുടെ വാക്ക്, പിന്നെ 2 വിസർജനേന്ദ്രിയങ്ങൾ, മലമൂത്ര വിസർജനാദികൾ ചെയ്യുന്ന ഈ 5 എണ്ണമാണ് കർമ്മേന്ദ്രിയങ്ങൾ. അപ്പോൾ ഈ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു ഈ 10 തല എന്ന് പറഞ്ഞാൽ സദാ ഈ ആക്ടിവിറ്റി മാത്രം, ഇത് തുറന്നു വെച്ചിരിക്കുക, ഇതേ ഉള്ളൂ പരിപാടി. സീരിയൽ കണ്ട് സീരിയൽ വെച്ച് അതിൽ പരസ്യം വരുമ്പോൾ അപ്പുറത്തെ സീരിയലിൻ്റെ കഷ്ണം കണ്ട്, എന്നിട്ട് അതിൽ പരസ്യം വരുമ്പോൾ ആ കഷ്ണം കണ്ട്, എന്നിട്ട് ഇതിലേക്ക് നോക്കുമ്പോൾ ഈ പരസ്യം തീർന്നുണ്ടാവില്ല, വേറെ ഒന്നിലേക്ക് പോയി, ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് വാരി വലിച്ച് കഴിച്ച്, അതിൻ്റെ ഇടയിൽ ഫോണിൽ ആരോടൊക്കെയോ സംസാരിച്ച്, മെസ്സേജ് അയച്ച്, പിന്നെ ടോയ്ലറ്റിൽ പോയി, ടോയ്ലറ്റിൽ അവിടെ ഇരുന്നുകൊണ്ട് മെസ്സേജും വാട്സപ്പും, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വേറെ വരുമെന്നൊക്കെ ചോദിക്കും, ഇതെന്താ ഇവിടെ, ഇതില്ലേ അതില്ലേ. എത്ര തലയാണെന്നറിയോ? രാവണന് 10 ഉള്ളൂ. ദശകണ്ഠരാണെങ്കിൽ ഇതിവിടെ സഹസ്രകണ്ഠരാണ്. അപ്പോൾ ഇവരുടെ ലോകം ഇരുട്ടാർന്നതാണ്. അസൂര്യ നാമ തേ ലോകാഹ, തേ ലോകാഹ പ്രസിദ്ധ, അവരുടെ ലോകം പ്രസിദ്ധമാണ്. എങ്ങനെ? കൂരിരുട്ടിനാൽ ആവൃതമാണ്. ഒരു മെഴുകുതിരി വെട്ടം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അവരങ്ങനെ. ചിലരോടൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? അവരൊക്കെ ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഇനി ഇവർക്ക് എന്നാണ് ഒരു പുരോഗതി ഉണ്ടാവുക എന്ന്? ചില രാഷ്ട്രീയക്കാരുടെ സ്റ്റേറ്റ്മെൻ്റൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ലേ? അപ്പോൾ ചിലർ പറയുന്നത് എന്താ, അങ്ങനെയൊന്നും ഇവിടെ പറയാൻ പറ്റില്ലല്ലോ, നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ അത്തരം കാര്യങ്ങളിലൊക്കെ കുറേ ഔന്നിത്യത്തെ പ്രാപിച്ചു. അപ്പോൾ പലരും ഇരുട്ടിൻ്റെ ലോകത്താണ്. ഉപനിഷത്ത് പറയുന്നു, അസുര്യ നാമതേ ലോകാഹ അന്ധേന തമസാവൃതാഹ. ഇരുട്ടിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇരുട്ട് അജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ജ്ഞാനം അവരിലില്ല. ജ്ഞാനമില്ല എന്ന് പറഞ്ഞാൽ അവർ സ്കൂളിൽ പോയിട്ടില്ല, എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതൊക്കെ ഉണ്ടാവും, ഡോക്ടറേറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാം വെട്ടിത്തരത്തിലാണെന്ന് ഉണ്ടാവുള്ളൂ. ചിന്മയാനന്ദ സ്വാമികൾ പറയും, ഡോക്ടർ മൂടാഹ എന്ന് പറയും. സ്വാമിജി പറയുക അങ്ങനെയാണ്, വെട്ടിത്തരത്തിൽ ഡോക്ടറേറ്റ് എടുത്തവൻ.
അപ്പോൾ അസുര്യ നാമത്തെ ലോകാഹ അന്ധേന തമസാവൃതാഹ താംസ്തേ പ്രേത്യ അഭിഗച്ഛന്തി. അവർ പോകുന്നു ആ ലോകത്തിലേക്ക്, അവർ പ്രാപിക്കുന്നു ആ ലോകത്തിലേക്ക്. അവരെക്കുറിച്ച് ഉപനിഷത്ത് പറയുന്നത് ഏ കേച്ച, ആരൊക്കെയാണോ, ആത്മഹന ജനാഹ, അവർ ആത്മഹന്താക്കളാണ് എന്ന് പറഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്തവരാണ്. അവർ ജീവിക്കുന്നുണ്ട്, രാവിലെ കുളിക്കുന്നുണ്ട്, കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ കാറൊക്കെ ഓടിച്ച് പോകുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, ലൈക്കിൻ്റെയും ഷെയറിൻ്റെയും എണ്ണം നോക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഉപനിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞവരാ, അവർ ആത്മഹത്യ ചെയ്തവരാ. ഉപനിഷത്തിൻ്റെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഇതാണ്. സീറ്റ് കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തതല്ല ഉപനിഷത്ത് ആത്മഹത്യയായിട്ട് പരിഗണിക്കുന്നത്. ഇവിടെയാണ് ഉപനിഷത്ത് ആത്മഹത്യയായിട്ട്, ഇതിനെയാണ് ആത്മഹത്യയായിട്ട് പരിഗണിക്കുന്നത്. എന്ത് തന്നെ ഈ വിശ്വത്തിൻ്റെ ആധാരത്തെയൊക്കെ പാടെ നിരാകരിച്ചിട്ടുള്ളവൻ. എന്നാൽ രാമകൃഷ്ണദേവൻ്റെ ഉദാഹരണം പറഞ്ഞുവല്ലോ, കുടിയൻ, ഒരു മദ്യപൻ രാമകൃഷ്ണദേവനെ നമസ്കരിക്കുന്ന കഥ, അത് തന്നെ. അതിലും വലുതിനെ തിരസ്കരിച്ചവൻ. അവരെന്താണ്? ആത്മഹന്താക്കളാണ് അവരാ ലോകത്തിലേക്ക്. അപ്പോൾ ആ ആത്മഹത്യയായിട്ട് ഉപനിഷത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്താണ്? സത്യത്തിന് നേരെ, ആത്മാവിന് നേരെ. ആത്മാവ് എന്ന് പറഞ്ഞാൽ മരണാനന്തരം ബലിയിടേണ്ട സാധനമല്ല, തനിക്ക് തന്നെ നേരെ കണ്ണടച്ചിട്ടുള്ള, എന്നിട്ടോ മറ്റു പലതിലേക്കും വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്ന ഈ ദശകണ്ഠനായിരിക്കുന്ന അവൻ പോകുന്നു ഇരുളടഞ്ഞ ലോകത്തിലേക്ക്. അവർ പ്രാപിക്കുന്നു അസുര്യ നാമത്തെ ലോകാഹ അന്ധേന തമസാവൃതാഹ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോ ജനാഹ. അപ്പോൾ ആത്മഹന്താക്കളായിട്ടുള്ള അവരെയാണ് ആത്മഹന്താക്കൾ എന്ന് പറയുന്നത്, ആത്മഹത്യ ചെയ്തവർ. സ്വാമിജി വളരെ നന്നായിട്ട് പറയും. അപ്പോൾ അവർ മരിച്ചവരാണ്. അപ്പോൾ ഇവരുടെ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ഒരു മരണമുണ്ടല്ലോ, എന്നിട്ട് അവരെ ശ്മശാനത്തിലേക്കൊക്കെ കൊണ്ടുപോകുമല്ലോ, അതിന് സ്വാമിജി പറയുന്നത് ശവമെടുപ്പ് എന്നാണ്. ഭയങ്കര പ്രയോഗമാണത്. അപ്പോൾ നമ്മൾ കരുതുന്ന ഒരു ഫിസിക്കൽ ഡെത്ത് എന്ന് നമ്മൾ പറയുന്ന അദ്ദേഹം മരിച്ചു, അതെന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ശവം എടുക്കലാണ്. മൂപ്പര് മുമ്പേ മരിച്ചവനാണ് ഉപനിഷത്തിൻ്റെ ഭാഷയിൽ. നമ്മളുണ്ടല്ലോ, ചിലരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മരണാനന്തര കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടുന്ന, അവസാനമായിട്ട് ആ ഡെഡ് ബോഡി കാണേണ്ടുന്ന ചില ആളുകളൊക്കെ ദൂരദിക്കിലായിരിക്കും. ചിലപ്പോൾ യൂറോപ്യൻ കൺട്രികളിലോ വിദേശത്ത് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് അവിടുന്ന് നാട്ടിലെത്തിച്ചേരാൻ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ എന്താ, ഈ ഒരാഴ്ചക്കാലം ഈ മൃതശരീരത്തെ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരാഴ്ചക്കാലം മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, പിന്നെ അവിടുന്ന് അതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് സംസ്കാരാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചത്തെ മോർച്ചറിക്ക് തുല്യമായിട്ടാണ് പറയുന്നത് എന്ത്? നമ്മളിങ്ങനെ ഓടി നടക്കുന്നതൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞതാണ്. അതാണ് ഈ ലാസറിൻ്റെ കഥയിൽ വരുന്ന, ജീസസ് ഈ ലാസറിനെ വിളിക്കുന്നത്, മരിച്ച് 3 ദിവസം കഴിഞ്ഞവനെ ജനിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ സിംബോളിസം അതാണ്. അതാണ് ജീസസിനെ തിരുത്തുന്നത്. അവൻ മരണപ്പെട്ടിട്ട് 3 ദിവസമായി എന്നാ.
എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞു. ആ 3 ദിവസം വളരെ സിംബോളിക്കാണ്. നമുക്ക് 3 ശരീരങ്ങളുണ്ട്. സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരം. ഈ 3-ൽ നിന്നുള്ള പുറത്ത് കിടക്കലുണ്ട്. വളരെ രസമായിട്ടുള്ള സിംബോളിക്കായി, അല്ലാതെ മരിച്ച ആളെ ജീവിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല യേശുദേവൻ ചെയ്തത്. അതൊക്കെ അങ്ങേയറ്റ അശാസ്ത്രീയവും പ്രകൃതി വിരുദ്ധവുമാണ്. ചില മണ്ടന്മാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ ഭൂലോക മണ്ടത്തരാണ്. അപ്പോൾ ചിലർ അതാണ് യേശു ക്രിസ്തുവിനെ പുകഴ്ത്തുന്നത്. മരിച്ചവരെ ജീവിപ്പിച്ചു യേശുദേവൻ എന്ന് പറഞ്ഞു. യേശുദേവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. യേശുദേവൻ പറഞ്ഞതൊക്കെ തന്നെ വളരെ സിംബോളിക്കായിട്ടല്ല ഉൾക്കൊള്ളുന്നതെങ്കിൽ അതെല്ലാം ഇതുപോലെ തന്നെയാണ്, അപകടങ്ങളാണ്. ഞാനാണ് കവാടം, ഞാനാണ് വാതിൽ, എന്നിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിലകൊള്ളുന്ന ഒരു പരിമിതമായ ഒരു ശരീരത്തിനകത്തേക്കാണോ? അത് ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല. അതിൻ്റെ ആഴത്തിലുള്ള മനനം ഇല്ലാതിരിക്കുമ്പോൾ ഇത് സംഘർഷങ്ങളെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവർ ഇരുട്ടിൻ്റെ ലോകത്ത് അവർ കഴിയുന്നു. അവരെന്താണ്? അവർ ആത്മഹന്താക്കളാണ്, സ്വയമേവ മരണം വരിച്ചവരാണ്. മറ്റേ അവരുടെ മരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ശവമെടുപ്പാണ്. അത് ആ ശവമെടുപ്പ് ചിലപ്പോൾ 50 കൊല്ലോ 60 കൊല്ലോ ഒക്കെ ആയിരിക്കും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട, എന്താ ഇപ്പോൾ ഇത് അറിഞ്ഞിട്ട് എന്താ, അല്ലെങ്കിൽ എന്താണ് ഈ സത്യം? ഇതൊക്കെ തുടർന്നുള്ള മന്ത്രങ്ങളിൽ വരുന്നുണ്ട്. 4-ാമത്തെ മന്ത്രത്തിൽ അനേജദേകം മനസോ ജവീയോ നൈനദേവ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോന്യാനത്യേതി തിഷ്ടത് തസ്മിന്നപോ മാതരിശ്വാ ദധാതി. ഇതിൻ്റെ ഇടയിൽ പറയട്ടെ, ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ കുറച്ച് കോപ്പികളും കൂടെ നമ്മുടെ കൈവശമുണ്ട്. നമ്മുടെ തന്നെ വ്യാഖ്യാനം വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഇൻട്രൊഡക്ഷൻ തന്നെ കുറേ ഉണ്ട്. നന്നായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ഇതാണ് നമ്മുടെ ഈശാവാസ്യം. ഒരിക്കൽ ചിന്മയാനന്ദ സ്വാമികളോട്, സ്വാമിജി ഏറ്റവും നല്ല ഭഗവത്ഗീത വ്യാഖ്യാനം ഏതാണ്? ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ സ്വാമിജി പറയും, ഒരു സ്വാമി ചിന്മയാനന്ദൻ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, നല്ലതാണ്, ആയിക്കോളാൻ പറഞ്ഞു. സ്വാമിജിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അതിൽ. അതേപോലെ നമുക്ക് ഹൃദ്യമായി തോന്നിയിട്ടുള്ള നമ്മുടെ ഈശാവാസ്യ ഉപനിഷത്ത്. അപ്പോൾ അത് 250 രൂപ ഇതിൽ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൽ ഇത് ചെയ്താൽ മതി. നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു തരും. ഗൂഗിൾ പേ ആയിട്ടോ ഫോൺ പേ ആയിട്ടോ ചെയ്താൽ മതി. ഇതിൽ കാണാം, ഡിസ്ക്രിപ്ഷനിൽ കാണാം. അതിലൊരു ചിലരൊക്കെ സംഭാവനയൊക്കെ അയക്കാറുള്ള ആ ഇതിൽ പറഞ്ഞു, ഈ സന്ദർഭത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ 4-ാമത്തെ മന്ത്രം അനേജദേകം മനസോ ജവീയോ നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോന്യാൻ അത്യേതി തിഷ്ടത് തസ്മിന്നപോ മാതരിശ്വ ദദാതി. അനേജത് ന ഏജത് അനേജത്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഈ പരമമായ സത്യത്തെക്കുറിച്ച്. അത് ചലനമില്ലാത്തതാണ്, അത് ചലിക്കാത്തതാണ്, ചലനമില്ലാത്തതാണ്. അപ്പം എന്താ, തളർവാദം പിടിച്ച് കിടക്കുകയാണോ? ചലനമില്ല. കാരണം എന്താ? അത് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉള്ള ഒന്നിന് ചലിക്കാൻ സാധിക്കില്ല. ചലനം, ഏത് ചലനവും, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നടക്കണം, ചലിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. ഇതിന് ചലനം
നടക്കുന്നതല്ല. ഇത് സയൻസാണിത്. നിങ്ങൾ അങ്ങനെയാണ് കാണേണ്ടത്. അതല്ല നിങ്ങൾ ഈ ശിവകാശി കലണ്ടറിൽ കണ്ട ഒരു ഈശ്വരൻ ഇങ്ങനെ ചലിക്കുന്നില്ല, അപ്പം രാമൻ ചലിച്ചല്ലോ, കൃഷ്ണൻ ചലിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഉപനിഷത്ത് പഠിക്കുമ്പോൾ അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഇത് അങ്ങനെയുള്ള ശിവകാശി ഉണ്ടാക്കിയ കലണ്ടറിൽ കാണുന്ന ദൈവങ്ങളുടെ കാര്യമല്ല പറയുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ കാരണമായിട്ടുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വ്യക്തിത്വ കൽപ്പനകളിൽ നിന്നും ഈശ്വരനെ മോചിപ്പിക്കേണ്ടതുണ്ട്, എന്നാലിത് മനസ്സിലാവുള്ളൂ. അതല്ലാതെ നിങ്ങൾ ചരടും കെട്ടി രാമകൃഷ്ണ ഗോപാല ഗോവിന്ദ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞോളൂ. ഇത് അറിഞ്ഞിട്ട് പറഞ്ഞാൽ അതിനൊരു സൗന്ദര്യമുണ്ട്. ഇതൊക്കെ പറയുന്ന ആളാണ് നമ്മൾ. ജോ നാം ചാഹോ വോ നാം ബോലോ, പ്രേം സെ ബോലോ, ഭാവ് സെ ബോലോ. നമുക്കിഷ്ടപ്പെട്ട ഒരു കീർത്തനമുണ്ട്. ഗോവിന്ദ് ബോലോ, ഗോപാൽ ബോലോ, राम नाम बोलो, हरि नाम बोलो, अल्लाह मालिक ईशा नानक, सौराष्ट्र महावीर बुद्ध नाम बोलो, जो नाम चाहो वो नाम बोलो, പ്രേം സെ ബോലോ, ഭാവ് സെ ബോലോ. ഇത്രയേ ഉള്ളൂ. അത് ഏത് നാമങ്ങളാണെങ്കിലും പ്രേമത്തോടും ഭാവത്തോടും കൂടി നിങ്ങളത് പറയൂ. അത് അപരനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈർഷ്യയോ വിദ്വേഷമോ ഭയമോ ജനിപ്പിക്കാനല്ല. ആവരുത്. അനേജത് അതെന്താണ്? ചലിക്കാത്തതാണ്. അനേജത് ഏകം, അതൊന്നേ ഉള്ളൂ, അതുമാത്രമാണ്. അതുകൊണ്ടെന്താണ്? അതിന് ചലനം സാധ്യമല്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണല്ലോ. അതെങ്ങനെ ചലിക്കാൻ പറ്റും? അതിനെ എവിടേക്ക് ചലിക്കാൻ പറ്റും? അനേജത് ഏകം, അതുമാത്രം. സദേവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകം ഏവ അദ്വിതീയം. തത്വമസി ഉദാലകൻ്റെ ആദ്യത്തെ ഉപദേശം. അപ്പോൾ അനേജത് ഏകം മനസഃ ജവീയഃ, എന്നാൽ മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. അത് ശരി. ഇതിപ്പോൾ ഇളകൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിലും വലിയ പ്രശ്നമൊക്കെയല്ലോ. ഇത് എന്താ ഇപ്പം നിങ്ങളുടെ കുഴപ്പം? എന്താ പ്രശ്നം നിങ്ങളത്? പറയൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന്. നിങ്ങളിങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞ് നമ്മളതിങ്ങനെ മനസ്സിലിങ്ങനെ ഉറപ്പിക്കാൻ നോക്കുമ്പോൾ വീണ്ടും അതാ കിടക്കുന്ന പടാ, വീണ്ടും ശങ്കരൻ തെങ്ങുമ്മൽ. അനേജത്, അത് ഇളകാത്തതാണ്. ഓക്കെ, എന്തുകൊണ്ട്? ഏകം, അത് മാത്രമേ ഉള്ളൂ. ശരിയാ, കാരണം അത് മാത്രമായിരിക്കുന്നു ഒന്നിൽ, പിന്നെ അതിനെ ഇളകാനൊന്നും പറ്റില്ല. ഓക്കെ, കാരണം ഇത് സ്പേസിനെയും അതിവർത്തിച്ച് നിൽക്കുന്ന ഒന്നാണ്. പിന്നെന്താ ഈ മനസഹ ജവീയ എന്ന് പറഞ്ഞത്? അത് മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. അത് പിടികിട്ടിയില്ല. അത് പിടികിട്ടണമെങ്കിൽ മുന്നോട്ട് വന്നാൽ പിടികിട്ടും. എന്നാൽ മുന്നോട്ട് പോവാം. അതെ, മനസഹ ജവീയ നൈനദേവ ആപ്നുവൻ പൂർവം അർഷത്. പൂർവം അർഷത് ദേവാഹ ന ആപ്നുവൻ. മുൻപേ പോയ അതിനെ ദേവന്മാർക്ക് പിടിക്കാൻ പറ്റിയില്ല, അതിനൊത്ത് പോവാൻ പറ്റിയില്ല. എന്തൊക്കെയായി പറയുന്നത്? ഇതൊരു അത്തും പുത്തും ഇല്ലാത്ത വർത്തമാനമാണല്ലോ. ഇതൊന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരെ. അല്ല, ഇതിങ്ങനെയാണ് പറയേണ്ടതിന്. ഇതാണ് മിസ്റ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതാണ്. ഈവൻ സയൻസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പലതിനെക്കുറിച്ച് പറയുമ്പോൾ. അതല്ലേ നമുക്ക് ഇത് പരീക്ഷയിൽ എഴുതാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകുന്നു. അപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ എന്ത് തന്നായിരുന്നു. ഇത് നമ്മുടെ ഈ സീരിയൽ പോലെ ഇതൊക്കെ മര്യാദയ്ക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മര്യാദകേടായി പറഞ്ഞിട്ടുള്ളതാണ് ഈ സീരിയലും അതും ഇതൊക്കെ. അതാണ് നമുക്ക് ഹൃദ്യമായി തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പറയാറുണ്ട്, നമുക്ക് ഈ പല
മധുരങ്ങൾ, ഈ ബേക്കറി മധുരങ്ങൾ, ഈ സാക്കറിൻ ചേർന്നിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം, ഈവൻ നമ്മളൊരു ഓറഞ്ച് ജ്യൂസ് പോലും ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് അതിലവർ കുറേ സാക്കറിൻ കലക്കിയിട്ട് ഇതാക്കുന്നുണ്ട്, എന്നിട്ടാണ് തരുന്നത്. അത് ഏത് ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിലും. അപ്പോൾ ഇത് വേണ്ട, മധുരവും വേണ്ട, ഐസും വേണ്ട. കാരണം ഇത് രണ്ടും ഇല്ലാതെയാണ് നമ്മൾ ജ്യൂസ് കഴിക്കേണ്ടത്. ഐസിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് പറയുന്നത്, ഏത് വെള്ളമാണ് ഐസാക്കി എടുത്തിട്ടുള്ളതെന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. അതുകൊണ്ട് വല്ല അമീബിക്ക് കയറും, മൂക്ക് കൂടെയോ ഏതിലേയും കൂടെയൊക്കെ. എന്തായാലും അതിൽ വലിയ ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് രണ്ടും വേണ്ടാന്ന് പറഞ്ഞാൽ അതിൽ കിട്ടുന്ന ആ മധുരം എന്താണോ, അപ്പോൾ ചിലർ ചോദിക്കും ഇത് എങ്ങനെയാണ് കുടിക്കുകയെന്ന്. അങ്ങനെയാണ് കുടിക്കേണ്ടത്. ആ മധുരം നമുക്ക് വേറെ അറിയാൻ സാധിക്കണം. അതാണ് മധുരം. ഇപ്പം നമ്മൾ പറയുന്ന മധുരം ഈ ലഡുവിലും ജിലേബിയിലും ഈ പറഞ്ഞ പഞ്ചസാരയിലും ഒക്കെ സാക്കറിനിലും ഒക്കെ ഉള്ളതാണ് മധുരം. തനതായ ശുദ്ധമായത് നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. അങ്ങനെയല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ശുദ്ധമായത് കൈമോശം വന്ന് അതിന് പകരം നമ്മൾ വേറെ ഒരു ഒന്നായി ശീലം വന്നിരിക്കുക. ഇപ്പോൾ ഈ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഈ നമ്മൾ കേരളത്തിൽ ഓരോരോ സ്ഥലങ്ങളിൽ, ഇപ്പോൾ കേരളത്തിൽ വടക്കുള്ള സാമ്പാറല്ല തെക്കിലെ സാമ്പാർ, തെക്കോട്ട് വരുമ്പോൾ തൃശ്ശൂർ കഴിഞ്ഞാലുള്ള സാമ്പാർ, പാലക്കാട്ടിൻ്റെ സാമ്പാർ, തിരുവനന്തപുരത്തെ സാമ്പാർ, ജാതി പറഞ്ഞുള്ള സാമ്പാറുകളൊക്കെ ഉണ്ട്. പട്ടന്മാരുടെ സാമ്പാർ, നായന്മാരുടെ സാമ്പാർ, ഇങ്ങനെ പല പല സാമ്പാറിന് പല ജാതിയും അതും ഒക്കെ ഉണ്ട് പലതിനും. ഇപ്പോൾ നിങ്ങൾ ഏത് സാമ്പാർ ആണെങ്കിലും, ഇപ്പോൾ മലബാറിലാണെങ്കിലും അതോ വടക്കോ തെക്കോ എവിടുന്ന് സാമ്പാർ കഴിക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ സാമ്പാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബംഗാളി സാമ്പാറാണ്. കാരണം കൂടുതലും ഇപ്പോൾ ഹോട്ടലുകളിലെല്ലാം ബംഗാളി കുക്കുകളാണ്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള അതിൻ്റെ ഒരു 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 ഇതാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു, ഈ കൊതുക് ഗുഡ് നൈറ്റുമായിട്ട് പൊരുത്തപ്പെടുന്നത് പോലെ. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഈ ഒറിജിനൽ സാധനം വരുമ്പോൾ നമുക്കിപ്പോൾ അത് പറ്റില്ല. മനസഹ ജവീയ, ഇതിവിടെ പറയുന്ന എന്തിനാ അതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിയായ രീതിയിൽ പറയുന്നത് നമുക്കിത് കുഴപ്പം പിടിച്ച പറയലാണെന്ന് തോന്നുന്നത് ഇന്നതുകൊണ്ടാണ്. അപ്പം ഇതാണ് ഈ നമ്മുടെ ബുദ്ധിക്ക് ഉറപ്പിക്കുന്ന പരിപാടിയായത്. അതങ്ങനെ ഉറക്കണം, അത് ഇളകുന്നതല്ല. അത് അനേജത് ഏകം മനസഹ ജവീയ, മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. നൈനദേവ ആപ്നുവൻ പൂർവം അർഷത്, പൂർവം അർഷത്, മുൻപേ പോയിട്ടുള്ള അതിനെ പ്രാപിക്കാൻ ദേവന്മാർക്ക്. ആരാ ദേവന്മാരെന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൽ ഇന്ദ്രിയങ്ങളാണ്. ദിവ ദ്യോതനെ, ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ദേവന്മാർ. അപ്പോൾ മുൻപേ പോയ അതിനെ പ്രാപിക്കാൻ ദേവന്മാർക്ക് സാധിക്കുന്നില്ല. തദ്ധാവതഃ അന്യാൻ അത്യേതി തിഷ്ടത്, തിഷ്ടത് തത്, അത് ഒരിടത്ത് നിന്നുകൊണ്ട് ധാവതഃ അന്യാൻ, ഓടുന്ന എല്ലാറ്റിനെയും അത്യേതി, അതിവർത്തിച്ച് നിൽക്കുന്നു. ഓഹോ, തസ്മിൻ, അതിൽ, മാതരിശ്വാവു, വായു, പ്രാണവായു ഉൾപ്പെടെ ദദാതി, ധരിച്ചിരിക്കുന്നു. ഈ സാധനം ഉണ്ടല്ലോ, ഇപ്പം പറഞ്ഞ ഈ മന്ത്രം നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ നമ്മളിൽ നിന്ന് നമുക്ക് ഈ മന്ത്രത്തെ അനുസന്ധാനം ചെയ്യാം. അതെന്താണ്? ഏകമാണ്. അതിനെ പ്രാപിക്കാൻ ദേവന്മാർക്ക് അതിനെ പ്രാപിക്കാൻ സാധ്യമല്ല. എന്താണ് ഇവിടെ ദേവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസസ് ആണ്, ഇന്ദ്രിയങ്ങളാണ്.
മനസ്സഹ ജവീയ, അത് മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. അതിൻ്റെ ആ മനസ്സഹ ജവീയ എന്നുള്ളതിന് കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാക്കി തരികയാണ് അടുത്ത വരി. എന്താണ്? തദ്ധാവത അന്യാൻ അത്യേതി തിഷ്ടത്. തിഷ്ടത് തത്, ഒരിടത്ത് നിന്നുകൊണ്ട്, ധാവത ഓടുന്ന മറ്റുള്ളതിനെയൊക്കെ അതിവർത്തി. ഇത് ആമി മൊയലിൻ്റെ ഓട്ടമത്സരം പോലെ ഉണ്ടല്ലോ കഥ. ഇതൊക്കെയാണ് നമ്മളിലേക്ക് കടന്നു വരിക. ഒരിടത്ത് നിന്നുകൊണ്ട് ഓടുന്നതിനെ അതിവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇത് പറഞ്ഞു നമ്മളിൽ തന്നെ നമുക്കിതിന് അനുഭവം ആ വഴിയിൽ പറഞ്ഞു തരാം. പക്ഷേ ഉദാഹരണങ്ങളും കൂടെ പറയാം. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ആശ്രമത്തിൽ നിന്ന്, ലൈബ്രറിയിൽ നിന്ന്. ഇവിടുന്ന് അപ്പോൾ നിങ്ങൾ ആരൊക്കെ എവിടെയൊക്കെയാണോ നിങ്ങൾ സങ്കല്പിച്ചോളൂ. നിങ്ങളുടെ വീട്ടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയുടെ, നിങ്ങൾ ഏത് എയർപോർട്ടിനെയാണ് ആശ്രയിക്കുന്നത്? ഏത് റെയിൽവേ സ്റ്റേഷനെയാണ് ആശ്രയിക്കുന്നത്? ഒരു ദീർഘദൂര യാത്രയ്ക്ക് നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അങ്ങ് അമേരിക്കയിലേക്ക്, ന്യൂയോർക്കിലേക്ക്, JFK TRV to JFK, ജോൺ എഫ് കെന്നഡി, അവിടേക്കൊരു ഡയറക്റ്റ് ഫ്ലൈറ്റ്, നമ്മൾ യാത്ര പുറപ്പെടുക. അങ്ങനെ നിങ്ങളുടെ ഫ്ലൈറ്റ് എന്താ പറയുക, ടേക്ക് ഓഫ് ചെയ്ത് പറന്നുകൊണ്ടിരിക്കുക. മൂപ്പര് മണിക്കൂറിൽ എത്ര വേഗതയിലാണിത് പോകുന്നതെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഉള്ളിൽ കയറി അവിടെ ഇരിക്കുമ്പം തോന്നൂല ഇത് പോവുകയാണോന്നും തോന്നില്ല, അത് അവിടെ നിർത്തിയിട്ടതുപോലെ തോന്നും. അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ നമുക്കറിയാം ഇത് പോകുന്നുണ്ടെന്ന്, നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അറിയാം. അങ്ങനെ ഈ ഫ്ലൈറ്റ് JFKയിൽ ലാൻഡ് ചെയ്തു, ന്യൂയോർക്കിൽ. എവിടെയെങ്കിലും, ഡൽഹിയിലോ ബോംബെയിലോ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും, ചെറിയ യാത്രയാണെങ്കിലും വലിയ യാത്രയാണെങ്കിലും, നമ്മൾ കിടക്കട്ടെ ഒരു വലിയ യാത്ര എന്ന് കരുതിയോട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ഫ്ലൈറ്റുകളോടൊക്കെ നോക്കിക്കൊണ്ട് ഈ മന്ത്രം ഒരാൾ പറയുക, എന്താ പറയുക, തിഷ്ടത് തത്, ഒരിടത്ത് നിന്നുകൊണ്ട്, ധാവത അന്യ, ഈ ഓടുന്ന വിമാനങ്ങളെയൊക്കെ അത്യേതി, ഞാൻ അതിവർത്തിച്ച് നിൽക്കുന്നു. ആര്? എങ്ങനെയാണ് ഈ ഫ്ലൈറ്റിന് പോകാൻ പറ്റുന്നത്? ഫ്ലൈറ്റ് പോകുന്നത് എവിടെയാണ്? സ്പേസിലാണ് അല്ലേ? അപ്പോൾ ഈ ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമ്പം തന്നെ അതിനെ, ഈ പറക്കുന്നതിനെ അതിവർത്തിച്ച് നിൽക്കുന്നുണ്ട്. സ്പേസ് അവിടെ ന്യൂയോർക്കിലുണ്ട്, അതുകൊണ്ട് അതിനവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്നു. ഇനി റെയിലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ? ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിന്, നേത്രാവതി എക്സ്പ്രസ്, അങ്ങ് നിസാമുദ്ദീൻ, നമ്മുടെ രാജധാനി എക്സ്പ്രസ് ഡൽഹിയിലെത്തുക. ഇവിടുന്ന് പോകുമ്പോൾ എത്രയോ ട്രെയിനുകൾ ഇങ്ങനെ ഓടുന്നുണ്ട്. ഈ ഓടുന്ന ട്രെയിനുകളെയൊക്കെ അതിവർത്തിച്ച് നിൽക്കുന്നത് ആരാ? റെയിലുണ്ട്, റെയിൽ പാളമുണ്ട്. അതവിടെ അങ്ങനെ തിഷ്ടത് തത്, അത് ഉറച്ച് നിന്നിട്ടാണ് ഈ ട്രെയിനുകളെല്ലാം ഓടിക്കൊണ്ട്. പക്ഷേ ഈ ഓടുന്നവന്മാരെയൊക്കെ നിന്നുകൊണ്ട് തന്നെ അവനെ അതിവർത്തിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങളിത് ബോട്ടിലാണ് പോണതെങ്കിലും, വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് നിങ്ങൾ തുടങ്ങി അങ്ങ് വേറൊരു പോർട്ടിലേക്ക്, എവിടേക്ക് വേണമെങ്കിൽ, അങ്ങ് അലാസ്കയ്ക്ക് പോയിക്കോളൂ. ഈ ഓടുന്ന കപ്പലുകളെയൊക്കെ അതിവർത്തിച്ച് നിൽക്കുന്ന ഒന്നുണ്ട്, ജലം. അപ്പോൾ ഇവിടെ ഈ ജലമോ വായുവോ അല്ലെങ്കിൽ ആകാശമോ റെയിലോ റോഡോ ഇതൊക്കെ നമ്മൾ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അപ്പം ഇതിനെല്ലാം അധിഷ്ഠാനമായത് അതാണ്. ഗീതയിൽ
കർമ്മത്തിൻ്റെ രഹസ്യം പറയുമ്പോൾ ഭഗവാൻ ഇത് പറയുന്നുണ്ട്. കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണിജ കർമ്മയ സഹ മനുഷ്യേഷു ബുദ്ധിമാൻ. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആര് കാണുന്നു? അവനാണ് ബുദ്ധിയുള്ളവനാ. അപ്പം കർമ്മത്തിൽ അകർമ്മം എന്ന് പറഞ്ഞാൽ ഈ സകല ചലനങ്ങളിലും ഒരു ചലനമില്ലായ്മയുണ്ട്. ആ ചലനമില്ലായ്മയുടെ അധിഷ്ഠാനത്തിലാണ് ഈ ചലനങ്ങളെല്ലാം നടക്കുന്നത്. ഏത് ചലനം, ഒരു ഫാന് കറങ്ങണമെങ്കിൽ കറങ്ങാത്ത ഒരു റോഡുണ്ട്, അതിനെ താങ്ങിയിരിക്കുന്ന ഒരു ഉത്തരവുണ്ട്. റെയില് വേഗത്തിൽ പോകണമെങ്കിൽ ഓടാത്ത ഒരു റെയിൽ പാളമുണ്ട്. ഏത് എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ അവിടെ ഭഗവാൻ പറയും കർമ്മണി അകർമ്മ, കർമ്മത്തിൽ കർമ്മമില്ലായ്മ, കർമ്മമില്ലായ്മയിൽ കർമ്മം. ഇങ്ങനെ തിരിച്ചും മറിച്ചും കാണുന്നവനാര്? ഇനി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ആദ്യത്തെ കർമ്മം? നമ്മളിലെ കർമ്മം ഏത് കർമ്മമാണ് നമ്മളിൽ നിൽക്കുന്നത്, നിന്നുപോകുന്നത്? നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിൽ പറയും പ്രാണസ്പന്ദനം, ശക്തിസ്പന്ദനം എന്ന് പറയും. നമ്മളിങ്ങനെ പൾസ് എന്ന് പറയില്ലേ, ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞാൽ അടിക്കുക, കയ്യിൽ വെച്ചാൽ അറിയാം, ഹൃദയത്തിൽ ടിക് 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 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാവില്ല. അതാണ് ആദ്യത്തേത്. മാതരിശ്വ പ്രാണൻ. നമ്മളിൽ ഈ സ്പന്ദനം ഉള്ളതുപോലെ സകലതിലുമുണ്ട്. ആദ്യ ഏറ്റവും സൂക്ഷ്മമായ കർമ്മം അതാണ്. അതിലാണ് ഈ രക്തത്തിൻ്റെ പമ്പിങ് മുതലായ സകലതും പിന്നീടുള്ള പ്രവർത്തനങ്ങൾ എല്ലാറ്റിനും നിദാനമായിട്ടുള്ള കർമ്മമാണ് പ്രാണസ്പന്ദനം. ഒരു കർമ്മവും അതാണ് ഇതിനെയൊക്കെ അതിവർത്തി. മനസ്സഹ ജവീയഹ എന്ന് പറയുമ്പോൾ മനസ്സ് ഈ പറഞ്ഞ പോലെ വിമാനം പോലെയാണ്. അതിനൊരു പ്ലാറ്റ്ഫോം വേണം, അതിലാണത് പോകുന്നത്. മനസ്സും പോകുന്നത് അങ്ങനെയാണ്. എന്ത് സട്ടിലായിട്ടാണ് ഋഷി ഇത് പറയുന്നത് നോക്കൂ. മനസ്സിന് സഞ്ചരിക്കാൻ ഒരു പാതയുണ്ട്. നമ്മുടെ വാഹനത്തിനൊരു റോഡ് എന്നതുപോലെ മനസ്സിനൊരു റോഡുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് കഠോപനിഷത്തിലെ രഥകൽപ്പന വരുന്നത്. അങ്ങനെയല്ലേ? ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവത്തു. ശരീരം തന്നെയാണ് ഈ രഥം. ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധി അവിടെ ഡ്രൈവറാണ്. മനഃപ്രഗ്രഹമേവച്ച. മനസ്സാണ് കടിഞ്ഞാണ്. ആരാണ്? വിഷയങ്ങളാണ് കുതിരകൾ. ഇന്ദ്രിയാണി ഹയാനാഹു. ഇന്ദ്രിയങ്ങൾ കുതിരകൾ. ഇന്ദ്രിയാണി എന്താണ്? ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവത്തു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച്ച. ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ. തേഷു അവയ്ക്ക്, കുതിരകൾക്ക്, ഗോചരാൻ ഉള്ള റോഡ് ഏതാണ്? വിഷയാൻ, വിഷയങ്ങളാണ്. ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം, അതാണ് അതിൻ്റെ റോഡ്. ആ റോട്ടിലാണ് ഈ സാധനം ഓടുന്നത്. ഇത് മനോഹരമായിട്ടാണ്. അപ്പം ഇതിനെയൊക്കെ അതിവർത്തിച്ച് നിൽക്കുന്ന, ഇതിൻ്റെ ഒക്കെ ആധാരമായിട്ടുള്ള ഒന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. തദേചതേകം മനസോ ജവീയോ നൈനദ്ദേവാ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോന്യാനത്യേതി തിഷ്ഠത് തസ്മിന്നപോ മാതരിശ്വാ ദധാതി. തസ്മിന്നപോ മാതരിശ്വാ ദധാതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കേന്ദ്രത്തിലേക്ക് അത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഈ സകല അണ്ടകടാഹങ്ങളുടെ ചലനങ്ങളിലെല്ലാം തന്നെ അത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട്, അത് തന്നെയാണ് എൻ്റെ പൊന്നുമോനെ നിന്നിലെ പ്രാണസ്പന്ദനമായിതാ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കണം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.